വിനോയ് തോമസിൻ്റെ കളികമിനാറിലെ കുറ്റവാളികൾ എന്ന മികച്ച കഥയുടെ സിനിമാവിഷ്കാരമാണ് ചുരുളി എന്ന മികച്ച സിനിമ. സാംസ്കാരിക അന്തരം എന്ന സംജ്ഞയെ തികച്ചും മൗലികമായൊരു കാഴ്ചാക്കോണിൽ സമീപിക്കുന്ന രചനകളാണ് ഇത് രണ്ടും. കർണാടകത്തിലെ ഏതോ വിദൂര ഗ്രാമത്തിലേക്ക് വേഷപ്രച്ഛന്നരായി കുറ്റാന്വേഷണത്തിനായി ചെല്ലുന്ന രണ്ട് പോലീസുകാർ ഒരു ഉരുളന്തടി പാലം കടക്കുന്നതോടെ അവരുടെ മട്ടും പടുതിയും മാറുന്നു. പാലത്തിനിപ്പുറവും അപ്പുറവും ശ്ലീലാശ്ലീലങ്ങൾക്കും മാന്യതയ്ക്കുമെല്ലാം നിർവചനം രണ്ടാണ്. ആ ഗ്രാമത്തിലെ ചുരുളികളിൽ ആണ്ട് വീണുപോകുന്ന പോലീസുകാർ അവർ തേടിപ്പോയ പ്രതി ചെയ്യുന്ന അതേ കുറ്റവാളി ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നു. പല വിധാനത്തിൽ ആഴമേറിയ വായന സാധ്യമായ ആ സിനിമയെ നമ്മുടെ സോഷ്യൽ മീഡിയ പക്ഷേ അശ്ലീലത്തിൻ്റെ അങ്ങേ തലയാണ് മീമുകളിലൂടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 4 കൊല്ലം മുമ്പ് ഇറങ്ങിയ സിനിമ പൊടുന്നനെ വീണ്ടും വിവാദവും ചർച്ചയുമായിരിക്കുന്നു. സിനിമയിലെ തെറിയാണ് അന്നത്തെ പോലെ ഇന്നും വിവാദം. എന്താണ് ഈ തീരാത്ത ചുരുളി വിവാദം? ഇപ്പോഴത്തെ ചുരുളി വിവാദത്തിൻ്റെ തുടക്കം ചുരുളിയിലെ തങ്കഞ്ചേട്ടൻ എന്ന കഥാപാത്രത്തെ പറ്റി ജോജു നടത്തിയ പരാമർശമാണ്. ചിത്രത്തിലെ തെറി പറയുന്ന ഭാഗം അവാർഡിന് അയക്കുന്ന കോപ്പിയിൽ മാത്രമേ ഉൾപ്പെടുത്തൂ എന്ന് പറഞ്ഞിരുന്നു. ആ ധാരണ പ്രകാരമാണ് ചിത്രത്തിൽ അഭിനയിച്ചത്. തെറി ഇല്ലാത്ത പതിപ്പും ഡബ്ബ് ചെയ്തിരുന്നു എന്നാണ് ജോജു പറയുന്നത്. ചുരുളി ടീം തെറിയുള്ള ഭാഗം റിലീസ് ചെയ്തു. അതിൻ്റെ ഫലം താനാണ് ചുമന്നുകൊണ്ട് നടക്കുന്നത്. തെറിയുള്ള പതിപ്പാണ് റിലീസ് ചെയ്യുക എന്ന് പറയേണ്ട മര്യാദയുണ്ടായിരുന്നു, അത് കാണിച്ചില്ല. അഭിനയിച്ചതിന് പൈസയൊന്നും കിട്ടിയില്ല എന്നൊക്കെയാണ് ആദ്യഘട്ടത്തിൽ ജോജു പറഞ്ഞത്. മര്യാദയുടെ പേരിൽ പോലും ആരും ഒന്ന് വിളിച്ച് ചോദിച്ചില്ല എന്നും ജോജു സങ്കടപ്പെട്ടു. അതിപ്പോൾ മറുപടിയുമായി ലിജോ ജോസ് പെല്ലിശ്ശേരി രംഗത്തെത്തി. ജോജുവിനെ ആരും തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല എന്നാണ് ചുരുളിയുടെ സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി പറഞ്ഞത്. സർട്ടിഫിക്കറ്റുള്ള ചിത്രം ഇതുവരെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിട്ടില്ല. അവസരം ലഭിച്ചാൽ സിനിമ ഉറപ്പായും തിയേറ്ററുകളിൽ റിലീസ് ചെയ്യും. 3 ദിവസത്തെ അതിഥി വേഷത്തിനായി ജോജുവിന് നൽകിയ തുകയുടെ വിവരവും പങ്കുവച്ചു. 5,90,000 രൂപ ശമ്പളമായി നൽകിയതിൻ്റെ വിവരങ്ങളാണ് പങ്കുവച്ചത്. ഭാഷയെക്കുറിച്ചൊക്കെ നല്ല ധാരണയുള്ള ആളാണ് തങ്കഞ്ചേട്ടൻ എന്നും ലിജോ ജോസ് പെല്ലിശ്ശേരി പറഞ്ഞു. നമുക്ക് ഈ വിവാദത്തെക്കുറിച്ചും സിനിമയെക്കുറിച്ചുള്ള വിലയിരുത്തലുമായി സുജിചന്ദ്രനാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. സുജിത്ത്, എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സിനിമയാണ് ചുരുളി. അത് മാത്രമല്ല, അത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, ഞാൻ വിലയിരുത്തുന്നത്, ഈ പൊതുബോധം വല്ലാതെ തങ്കഞ്ചേട്ടനല്ലല്ലോ ജോജുവിനെ ആവേശിച്ചു എന്നുള്ളതാണ് അതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അത് അപ്പോഴേക്ക് അദ്ദേഹം ആ ക്യാരക്ടറിനെ ആ നിലയ്ക്ക് അദ്ദേഹം ഇപ്പോൾ ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്ന സംശയമാണ്. വേറൊരു തരത്തിൽ പറഞ്ഞാൽ, ഈ സംവിധായകനാണ് ആത്യന്തികമായി ഒരു സൃഷ്ടിയുടെ, സിനിമയുടെ എല്ലാം എന്നൊരിക്കൽ കൂടി തിരിച്ചറിയുകയാണ്. ജോജു ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ പോലും ആ കഥാപാത്രത്തെ മനസ്സിലാക്കിയിരുന്നില്ല എന്ന് ഇപ്പോൾ തോന്നുന്നു. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് എനിക്കും തോന്നുന്നത്. കാര്യം ജോജു ആ കഥാപാത്രത്തിന് വേണ്ട എല്ലാ മുഴുവൻ ഇൻപുട്ടും ഇട്ട് അഭിനയിച്ചിട്ടുണ്ട്. നമുക്ക് കണ്ടപ്പോഴും അത് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ജോജുവിന് ആ കഥാപാത്രത്തെ ഒരുപക്ഷെ മനസ്സിലായില്ല, അല്ലെങ്കിൽ ആ സമയത്ത് മനസ്സിലായി, പിന്നെ ഇപ്പോൾ തെറ്റിദ്ധരിച്ചോ എന്താണെന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഇനി നാട്ടുകാരുടെ മൊത്തം കാര്യം എടുത്ത് നോക്കുക വർഷൻ. ഇപ്പോൾ ജോജു അഭിനയിച്ച കഥാപാത്രങ്ങൾ പെട്ടെന്നൊന്ന് എണ്ണി പറയാൻ, ഓഫ് ഹാൻഡായിട്ട് പെട്ടെന്ന് നമ്മളോടൊക്കെ ചോദിക്കുകയാണെങ്കിൽ, ഓർത്തെടുക്കുകയാണെങ്കിൽ കഥാപാത്രങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ പൊറിഞ്ചു മറിയം ജോസിലെ പൊറിഞ്ചു ഉണ്ടാവും, പിന്നെ ഉദാഹരണം സുജാതയിലെ ഹെഡ് മാസ്റ്റർ ഉണ്ടാവും, പിന്നെ അങ്ങനെ ധാരാളം. പക്ഷേ ഒന്നാമത് വരുന്നത് തങ്കഞ്ചേട്ടൻ എന്നൊരു ക്യാരക്ടറാണ്. ആ ഒരു സിനിമയുടെ തന്നെ പ്രത്യേകത, ഇപ്പോൾ ആരുടെ തലയിലാണ് വഴിയിൽ നിന്ന് എടുത്തു വെച്ചിട്ടുള്ള ഒരു മാടനില്ലാത്തത്, അല്ലെങ്കിൽ ഈ ചക്രച്ചുറ്റിൽ ഇങ്ങനെ കറങ്ങി വിദൂര ദേശങ്ങൾ, അതേപോലെ ഭ്രമാത്മക സഞ്ചാരങ്ങൾ, ഇതൊക്കെ നടത്തുന്ന, മനസ്സിലെങ്കിലും നടത്താത്ത ആരാണുള്ളത്? ഇങ്ങനെ ഒരു ചുരുളിയിൽ, ചിന്തയുടെ ചുരുളിയിലെങ്കിലും വെറുതെ ഇരിക്കുമ്പോൾ പെട്ടുപോകാത്തത് ആരാണുള്ളത്? ആ ഒരു സാംസ്കാരിക വ്യത്യാസം എന്ന് ഹർഷൻ തുടക്കത്തിൽ ആ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ഒരു ഉരുളന്തടി പാലമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് കടക്കുമ്പോഴത്തേക്ക് മനുഷ്യർ മറ്റൊരാൾക്കാരായി മാറുകയാണ്. ഇപ്പുറത്ത് മാന്യരായിരിക്കുന്നവർ തൊട്ടപ്പുറത്ത് ചെല്ലുമ്പോഴത്തേക്ക് തെറിപ്പദങ്ങളൊക്കെ ഉപയോഗിക്കുന്ന മനുഷ്യരായി മാറുന്നത്. അങ്ങനെ ഒരു ഉരുളന്തടി പാലം എന്നൊരു മെറ്റഫർ എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ അടുത്ത കാലത്ത് വന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു മെറ്റഫറാണത്. അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റി, മനുഷ്യാവസ്ഥകളെപ്പറ്റി, വിദൂര ദേശങ്ങളെപ്പറ്റി, വിചിത്ര മനുഷ്യരെപ്പറ്റി, അവരുടെ ഭ്രമാത്മക സഞ്ചാരങ്ങളെപ്പറ്റി ഒക്കെ പറഞ്ഞു വെക്കുന്ന, ആ ഒരു ചക്രച്ചുറ്റിൽ മനുഷ്യർ കിടന്ന് കറങ്ങുന്നതിനെക്കുറിച്ചൊക്കെ വിശദമായി പറയുന്ന ഒരു സിനിമയാണത്. ആ സിനിമയിലെ ചില തെറിപ്പദങ്ങൾ മാത്രം എടുത്തു വെച്ചാൽ, അപ്പോൾ ഇടുക്കി ആണല്ലോ ആ ദേശത്തിൻ്റെ ഒരു പരിസരം. ഹർഷൻ ഇടുക്കി സ്വദേശിയുമാണല്ലോ. ഇടുക്കിക്കാർ മൊത്തം തെറി പറയുന്നതാണെന്ന് ആൾക്കാരാണെന്നല്ല ഞാൻ പറയുന്നത്. എങ്കിലും മനുഷ്യർ സ്വാഭാവികമായിട്ട് ഉപയോഗിക്കുന്ന ഈ തെറി എന്ന് പറയുന്നത് ആരോട് നമ്മൾ ഉപയോഗിക്കുന്ന പരിസരം ഏതാണ്, അതിൻ്റെ ശൈലി ഏതാണ് എന്ന് ആ ഒരു പരിസരത്തിലാണ് തെറിയാവുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. നമ്മളൊക്കെ ഒരു പക്ഷേ ഈ എല്ലാ മുഖംമൂടികളും മാറ്റിവെച്ച് പറഞ്ഞു വളരെ സൗഹാർദ്ദ ഭാഷയിലൊക്കെ സമയം അവസാനിക്കുന്നതല്ലേ. എനിക്ക് ചുരുക്കത്തിൽ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഹർഷൻ പറഞ്ഞു വെച്ചത് തന്നെയാണ്. അതായത് ഈ കഥാപാത്രത്തിൻ്റെ ആഴം തങ്കഞ്ചേട്ടന്, ജോജുവിന് മനസ്സിലായിട്ടില്ല.
അതാണൊരു പ്രശ്നം. അതായത് നേരത്തെ ഞാൻ പറഞ്ഞു തുടങ്ങിയ പോലെ ഈ പൊതുബോധം വല്ലാതെ ആവേശിച്ചിട്ടുണ്ട് ജോജുവിനെ. അതായത് ജോജുവിൻ്റെ മകളെ ആരോ കളിയാക്കുകയോ മകൾ അത് പരാതിയായി ജോജുവിനോട് പറയുകയോ ഒക്കെ ചെയ്തു എന്നുള്ളതാണ്. അത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന മറ്റു ചില പ്രശ്നങ്ങളാണ്. പക്ഷേ ഈ സിനിമയുമായി അതിലേക്ക് വന്നാൽ പക്ഷേ ഈ ഒരു സംവിധായകൻ ഒരു ടൂളായി ആ നടനെ ഉപയോഗിച്ചിരിക്കുന്നു എന്നത് ഒരിക്കൽ കൂടി ഉറപ്പിച്ചു പറയാവുന്ന ഒരു സന്ദർഭമാണ്. കാരണം അത്ര മികച്ച ഒരു സിനിമ എന്ന് പറയാം നമുക്കൊരു സംശയവുമില്ലാതെ ഈ ചുരുളിയെ. അങ്ങനെ ഒരു സിനിമയിൽ ഇപ്പോൾ ജാഫർ ഇടുക്കിയോ അതിൽ അഭിനയിച്ച മറ്റാളുകൾ ചെമ്പനോ വിനോയ് ഫോർട്ടോ ഒക്കെ ഒരുപക്ഷെ ഈ ജോജുവിനേക്കാൾ കൂടുതൽ ഈ സിനിമയിൽ പ്രത്യക്ഷപ്പെടുകയും അതിനേക്കാൾ കടുത്ത ഭാഷാ പ്രയോഗങ്ങളൊക്കെ ഈ കഥാപാത്രങ്ങൾ നടത്തുകയും, ഇവരൊന്നും വ്യക്തികൾ ഈ നിലയ്ക്ക് ഈ പ്രയോഗങ്ങൾ നടത്തി എന്നല്ലല്ലോ, ആ കഥാപാത്രങ്ങൾ ആ പ്രയോഗങ്ങളൊക്കെ നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു സിനിമയാണത്. പല ലെയറിൽ കാണേണ്ട സിനിമയാണ്. പക്ഷെ ആ ആഴത്തിൽ ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ ജോജു മനസ്സിലാക്കിയിട്ടുണ്ടാവും. പക്ഷേ കുടുംബത്തിലേക്കും വീട്ടിലേക്കും ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ മനുഷ്യർക്കും ആ നിലയ്ക്കുള്ള സങ്കടങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ മറ്റൊന്ന് എന്താണ്, മൃദുല വികാരങ്ങൾ കുറച്ച് കൂടുതലായിരിക്കും സ്വാഭാവികമായിട്ടും ആർട്ടിസ്റ്റുകൾക്ക് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആ വിഷമമൊക്കെ തോന്നിയതായിരിക്കും. എന്തായാലും ആത്യന്തികമായി ഒരു ഗംഭീര സൃഷ്ടിയാണ് ചുരുളി എന്ന കാര്യത്തിൽ ആർക്കും സംശയിക്കേണ്ട ഒന്നുമില്ല എന്നുള്ളതാണ്. അത് 18 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ 18 വയസ്സിന് മുകളിലുള്ളവർ കാണേണ്ട സിനിമയാണ്, കുട്ടികൾ കാണേണ്ട സിനിമയല്ല എന്നതുകൂടിയുണ്ട്. അത് കുട്ടികൾ കാണുന്ന ഒരു സ്ഥിതിയുണ്ടെങ്കിൽ അതിന് സംവിധായകനോ അതിൽ അഭിനയിച്ചവരോ ഒന്നുമല്ല അതിന് ഉത്തരവാദികൾ എന്നതുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. കഥയുടെയും സിനിമയുടെയും കളികമിനാറിൻ്റെയും ചുരുളിയുടെയും അടരുകൾ മനസ്സിലാക്കാൻ കഴിയാതിരുന്ന, തെറിക്കപ്പുറം സിനിമയെ വായിക്കാൻ കഴിയാതിരുന്ന ആഴം കുറഞ്ഞ ആസ്വാദകരാണ് ജോജുവിനെ അങ്കലാപ്പിലാക്കിയത് എന്ന് RDX കരുതുന്നു. ജോജു മികച്ച നടനാണ്. ലിജോ ജോസ് പെല്ലിശ്ശേരി ലോകോത്തര ക്രാഫ്റ്റുള്ള സംവിധായകനാണ്. ഇരുവരും ഇനിയും യോജിച്ചാൽ അത് സിനിമാസ്വാദകർക്ക് സന്തോഷമായിരിക്കും. ഒരു കാട്ടാറിനിപ്പുറം മാന്യരായിരിക്കുന്നവർ തടിപ്പാലം കടക്കുമ്പോൾ അശ്ലീലം മാത്രം പറയുന്നവരാകുന്ന കഥയാണല്ലോ ചുരുളിയുടേത്. കല കാണാതെ അശ്ലീലം മാത്രം കണ്ടവരുടെ പരിഹാസത്തിന് ചെവി കൊടുക്കാതെ ജോജു ആ തടിപ്പാലം തിരിച്ചു കടന്ന് നിങ്ങൾ അഭിനയിച്ച സിനിമയെപ്പറ്റി നല്ല വർത്തമാനം പറയുന്ന നാട്ടിലേക്ക് എത്തണം എന്നാണ് RDXന് പറയാനുള്ളത്.